നമ്മളിപ്പോൾ ഉള്ളത് നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയത്തിന് മുന്നിലാണ്. ഇതാണ് ഫേമസ് ആയ ഓക്സ്ഫോർഡിലെ ഫേമസ് ആയ ഒരു മ്യൂസിയം. ഇതിൻ്റെ അകത്ത് തന്നെ പിറ്റ് റിവർ മ്യൂസിയം കൂടിയുണ്ട്. അതായത് നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയത്തിൽ നിങ്ങൾ അറിയാം, ഒരുപാട് ബേർഡ്സ്, അതേപോലെ തന്നെ റെപ്റ്റൈൽസ്, അതിനുള്ള കുറേ സ്കെൽറ്റൻസും പിന്നെ അതിൻ്റെ ഹിസ്റ്ററിയും അതൊക്കെയാണുള്ളത്. പിറ്റ് റിവർ മ്യൂസിയത്തിൻ്റെ അകത്തുള്ളത് ഒരുപാട് പോട്ടറി ഐറ്റംസ്, പഴയ കാലത്തെ എന്താ പറയുക, പഴയ ഹൗസസ്, പിന്നെ അതിൻ്റെയൊക്കെ ഒരു ഡെമോ, പിന്നെ അത് പോട്ടറീസ് ആയിക്കോട്ടെ, പിന്നെ അതുകൂടാതെ എന്താ പറയുക പണ്ടത്തെ കാലത്തെ ഒരുപാട് കാര്യങ്ങളാണ് ഇതിൻ്റെ അകത്തേക്കുള്ളത്. സോ നമുക്ക് ഇതിൻ്റെ കാഴ്ചകളൊന്ന് പോയി കണ്ടിട്ട് വരാം.
മ്യൂസിയത്തിലേക്കാണ്. ഓക്സ്ഫോർഡിലെ നാഷണൽ മ്യൂസിയത്തിന്റെ മുന്നിലാണത്. ഇതിന്റെ കാഴ്ചകളാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. 1683 ആഷ്മോണി മ്യൂസിയം നിർമ്മിച്ചത്. ഇത് ലോകത്തിലെ തന്നെ ആദ്യത്തെ യൂണിവേഴ്സിറ്റി മ്യൂസിയം കൂടിയാണ്. ഈജിപ്ഷ്യൻ സംസ്കാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. ഈ മ്യൂസിയം ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയുടെ ആർട്ട് ആൻഡ് ആർക്കിയോളജിക്കൽ വിഭാഗത്തിൽ പെടുന്നതാണ്. ഈ കാണുന്നതാണ് മമ്മി. ഇതുപോലുള്ള ഒരുപാട് മമ്മികൾ ഈ മ്യൂസിയത്തിനകത്ത് മമ്മിഫിക്കേഷൻ ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. വളരെ സങ്കീർണമായ ഒരു പ്രോസസ്സാണ് മമ്മിഫിക്കേഷൻ എന്ന് പറയുന്നത്. പനയിൽ നിന്നും ഉണ്ടാക്കുന്ന വീഞ്ഞും നൈൽ നദിയിലെ വെള്ളവും ഉപയോഗിച്ചുമാണ് ശവശരീരങ്ങൾ വൃത്തിയാക്കുന്നത്. അതിനുശേഷം ശരീരത്തിലെ ആന്തരിക അവയവങ്ങളൊക്കെ നീക്കം ചെയ്ത് നേട്രോൺ എന്ന ഉപ്പ് നിറച്ച് 40 ദിവസം വയ്ക്കുന്നു. പിന്നീട് സുഗന്ധദ്രവ്യങ്ങൾ പുരട്ടി ലിനൻ തുണി കൊണ്ട് വ്രാപ്പ് ചെയ്ത് പ്രത്യേകതരം പെട്ടികളിൽ സൂക്ഷിക്കുന്നു. Baby bones, but yeah, they're real. And that's what's inside. You see ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ ഇന്ന് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.